Good morning. Welcome back to our channel. ഇന്ന് 12ാമത്തെ ചോദ്യം. In the fifth paragraph, what does the word it refers to? അല്ലെങ്കിൽ the word it refer to. ഈ 5ാമത്തെ പാരഗ്രാഫിൽ ഇറ്റ് എന്ന് പറയുന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഒരു നോർമൽ കേസിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഈ ദിസ് എന്തിനെ സൂചിപ്പിക്കുന്നു, ദാറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് എടുത്ത് തന്നിട്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ജസ്റ്റ് ഒരു അതിന് മുമ്പിലത്തെ ഒരു സെന്റൻസും അത് കഴിഞ്ഞുള്ള ഒരു സെന്റൻസുമാണ് നമ്മൾ അതിനോട് കണക്ട് ചെയ്ത് വരുന്ന അതിന് മുമ്പത്തെ സെന്റൻസും അതിനോട് കണക്ട് ചെയ്ത് പോകുന്ന സെന്റൻസും. അതായത് ഇവിടെയാണെങ്കിൽ എക്കോയിങ് മുതൽ നമ്മളൊരു ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ വരെയാണ് സാധാരണഗതിയിൽ വായിക്കുക. പക്ഷെ ഇത് എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല. കാരണം ചില സമയത്ത് അതിന് ഏറ്റവും മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടായിരിക്കും താഴെ ഇറ്റെന്നോ ദിസ്സെന്നോ ദാറ്റെന്നോ ദീസെന്നോ ഏതെങ്കിലും വേർഡ് വെച്ച് റെഫർ ചെയ്യുന്നത്. സോ വി ആർ അവോയ്ഡിങ് ടു we are not at all going to take a risk. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, റിസ്ക് എടുക്കാനായിട്ട് പോകുന്നില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദിസ് പാരഗ്രാഫ്. Subsequent studies also found insulin resistance increased during bouts of sleep restriction. അതായത് ഈ അടുത്ത കാലത്ത് നടന്ന അല്ലെങ്കിൽ പിന്നീട് വന്ന പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സ്ലീപ്പ് റിസ്ട്രിക്ഷൻ ടൈം എന്ന് പറയുന്ന ആ ഒരു ചെറിയ കാലയളവിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി. And in 2012, Van Carter's team observed impairments in insulin signaling in subjects' fat cells. ഇനി 2012 വാൻ കോർട്ടേഴ്സും അവരുടെ ടീമും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേലിൽ പറഞ്ഞ ആ ബോക്സിൽ ആ കാലയളവിൽ, ഏത് കാലയളവിൽ, സ്ലീപ്പ് റിസ്ട്രിക്ഷൻ കാലയളവിൽ നമ്മുടെ ഫാറ്റ് സെൽസിലേക്കുള്ള ഇൻസുലിൻ്റെ സിഗ്നലിംഗ് എന്താകുന്നു, ഇമ്പയർ ആകുന്നു, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നും അവർ നിരീക്ഷിച്ചു. Another recent study showed that sleep-restricted people will add 300 calories to their daily diet. ഇനി മറ്റൊരു പഠനം അത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉറക്കമിളയ്ക്കുന്ന ആളുകൾ ഏകദേശം 300 കലോറിയോളം അവരുടെ ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്യുന്നതായിട്ടും അവർ കണ്ടു. എക്കോയിങ് വാൻ കോർട്ടേഴ്സ് റിസൾട്ട് ഇത് എന്തിനെ പിന്താങ്ങുന്നതാണ്? Echoing Van Carter's results, Bashir has found evidence that enforced lack of sleep sends the brain into a catabolic or energy consuming state. അതായത് വാൻ കോർട്ടേഴ്സിന്റെ പരീക്ഷണ ഫലങ്ങളെ പിന്താങ്ങിക്കൊണ്ട് ബഷീർ ഒരു എവിഡൻസ് കൊടുത്തു, ഫൗണ്ട് എവിഡൻസ്, തെളിവുകൾ കണ്ടു. എന്താണ്? എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് സെൻസ് ദ ബ്രെയിൻ ഇൻ ടു എ കറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ്. നമ്മൾ ഉറങ്ങാതിരിക്കുന്നത്, അതായത് എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ബ്രെയിൻ ഒരു കറ്റബോളിക് അല്ലെങ്കിൽ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റിലേക്ക് മൂവ് ആകുന്നതായിട്ട് അത് കണ്ടു. ദിസ് ഈസ് ബിക്കോസ്, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഡീഗ്രേഡ്സ്, അത് ഡീഗ്രേഡ് ചെയ്യുന്നു, വിഘടിപ്പിക്കുന്നു. എന്തിനെ വിഘടിപ്പിക്കുന്നു? എനർജി മോളിക്യൂൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ടു പ്രൊഡ്യൂസ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്സ്. അതായത് ഇത് വിഘടിപ്പിക്കും. എന്തിനെ വിഘടിപ്പിക്കുന്നു? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ വിഘടിപ്പിച്ചിട്ട് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് എന്തിന് കാരണമാകുന്നു? ദിസ് റിസൾട്ട്സ് ഇൻ ആക്ടിവേഷൻ ഓഫ് AMP കിനേസ്. ഇത് AMP കിനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ AMP കിനേസ്? ഇറ്റ്സ് ആൻ എൻസൈം. ഇതൊരു എൻസൈമാണ്. അതിന്റെ ഫങ്ഷൻ എന്താണ്? ദാറ്റ് ബൂസ്റ്റ് ഫാറ്റി ആസിഡ് സിന്തസിസ്. അത് ഫാറ്റി ആസിഡ് സിന്തസിസിനെ ബൂസ്റ്റ് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആൻഡ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ, ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷനെയും യൂട്ടിലൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് ബിക്കോസ്, ഇത് സംഭവിക്കുന്നതിനുള്ള കാരണം, എന്ത് സംഭവിക്കുന്നതിനുള്ള കാരണം? ബ്രെയിൻ ഒരു കാറ്റബോളിക് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനുള്ള കാരണം ഇറ്റ് ഡീഗ്രേഡ്സ്, അത് ഡീഗ്രേഡ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ അത് എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നേരിട്ട് ABC നോക്കിക്കഴിഞ്ഞാൽ A ആൻ എൻസൈം ആണ്, B എ ന്യൂ എവിഡൻസ് ആണ്, C എ കറ്റബോളിക് സ്റ്റേറ്റ് ആണ്, D എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് ആണ്. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? D, എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് feel free to contact us. Okay, thank you.